അതെ, ഈ മാത്യു ഡോക്ടറുടെ വീട്ടിലേക്കുള്ള വഴി നമ്മുടെ വട്ടൻ ഡോക്ടറെ വീടാണോ? ഒരു 150 മീറ്റർ ചെന്ന ഇടത്തോട്ടൊരു ചെമ്മൺ പാതയുണ്ട്. കരിയിലേക്ക് മൂടിക്കിടക്കുക. നേരെ നൂത്ത് പിടിച്ച ഒരു 250 മീറ്റർ, അത് മൂപ്പരുടെ വീട്ടിലേക്കുള്ളതാ. ശിവറാം? അതെ സാർ. Oh my good God! Come on, my lad. നീ ഇപ്പൊ പറഞ്ഞില്ലേ ആ കുട്ടിയുടെ കാര്യം? കാഡ്മിയവും ലെഡും മെർക്കുറിയും മറ്റും ആ കുട്ടിയുടെ വയറ്റിൽ അറിയാതെ ചെന്നെത്തിയ വിരുന്നുകാരല്ല. ഈച്ച് ആൻഡ് എവരിബഡി ഹാവിങ് ഓൾ ഓഫ് ഇറ്റ് ഡേ ബൈ ഡേ. ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അളവിൽ. രാസവള കൃഷിയുടെ ബൈ പ്രൊഡക്റ്റാണ് ക്യാൻസറും മറ്റു പല രോഗങ്ങളും എന്ന് പറഞ്ഞാൽ ആളുകൾ വിവരമുള്ളവരും ഇല്ലാത്തവരും എന്നെ വട്ടൻ ഡോക്ടർ എന്ന് വിളിക്കും. പക്ഷേ സത്യം അതാണ് കുഞ്ഞേ. എല്ലാ വിളകൾക്കടിക്കുന്ന മരുന്നുകളിലും കീടനാശിനികളിലും ഞാനീപ്പറഞ്ഞ പലതരം വിഷങ്ങളുണ്ട്. ഈ ജൈവമാണെന്നൊക്കെ കരുതിയിട്ട് ചിലരെങ്കിലും ഉപയോഗിക്കുന്ന ഈ പുകയില വെള്ളം ഉണ്ടല്ലോ, അത് വലിയ പ്രശ്നക്കാരനാണ്. മണ്ണിൽ, വെള്ളത്തിൽ, വായുവിൽ എന്ന് വെച്ചാ രാസവളം തിന്നുന്ന ഈ വിളകളിൽ മാത്രമല്ല, മീനുകളിൽ, കോഴികളിൽ, മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാത്തിലും വിഷമാണ്. ആ അർത്ഥത്തിൽ ശിവ ഈ കാലത്തിൻ്റെ ദൈവമാണല്ലോ വിഷം. ശിവ, മണ്ണും മനുഷ്യനും എല്ലാം രാസസംയുക്തങ്ങൾ തന്നെ, പലതരം രാസമൂലകങ്ങൾ. പക്ഷേ മണ്ണിനായാലും മനുഷ്യനായാലും ആവശ്യമുള്ളതിൽ കൂടുതലായാൽ അമൃത് പോലെ അതും വിഷമാകും. ഫിൻലാൻഡിലെയും മറ്റും സയന്റിസ്റ്റുകൾ ഇത് പ്രൂവ് ചെയ്തതാണ്. നോക്കൂ, മൈന്യൂട്ട് ലെവലിൽ ഈ മാറ്റങ്ങൾ വന്നാൽ പോലും അത് മോർട്ടലാണ്. മനുഷ്യന് മാത്രമല്ല, സകല ചരാചരങ്ങൾക്കും. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ആലോചിക്കണം ശിവ, വീണ്ടും വീണ്ടും ആലോചിക്കണം. ഞാനൊക്കെ ഇത് ഇപ്പം ചത്തുപോകും. വയസ്സ് 77 ഇനി നിനക്കൊക്കെയാ ചുമതല. എന്ന് വെച്ചാ ഡോക്ടർമാരും മരുന്നും ചികിത്സയും ഒന്നും വേണ്ടെന്നാണോ? ആര് പറഞ്ഞു ഇതൊന്നും വേണ്ടെന്ന്? എല്ലാം വേണം. പക്ഷേ എപ്പോഴും രോഗവും ചികിത്സയും മരുന്നും വേണ്ടത് അങ്ങനത്തെ ഡോക്ടർമാരല്ല. രോഗങ്ങളെ ഇല്ലാതാക്കി ആർക്കും മരുന്നു വേണ്ടാത്തൊരു ലോകം ഒരിക്കലുണ്ടാകുമെന്ന് മോഹിക്കുന്ന ഡോക്ടർമാരാണ് വേണ്ടത്. ഐഡിയലിസ്റ്റിക് ഡ്രീം ഫോളോയിങ് ഡോക്ടേഴ്സ്. നീ ഇന്ന് ഇവിടെ നിൽക്ക് ശിവ. നാളെ നിന്നെ ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. ചില വളഞ്ഞ പുള്ളികളെ
കാണിച്ചു തരാം. സഞ്ചാരം, കുട്ടനാടിൻ്റെ ജലരാശിയിലൂടെയുള്ള സഞ്ചാരം. ജീവന്റെ ആധാരമാകേണ്ട വിത്തുകളുടെ ഗർഭപാത്രത്തിലൂടെയല്ല, മരണത്തിൻ്റെ മണം പേറുന്ന ഇടങ്ങളിലൂടെ പ്രത്യാശയുടെ മുനമ്പിലേക്ക്. കണ്ടോ ശിവ, നല്ല നിറകതിരുമായി നിൽക്കുന്ന അരിശിപ്പാടങ്ങൾ, കൊലതിങ്ങി നിൽക്കുന്ന തെങ്ങുകൾ. പക്ഷേ അടിക്കടി വിഷം അടിച്ചില്ലേല് എല്ലാം തീരും. പതിരിനും വെള്ളയ്ക്കും പോലും ഒരു ഇടമില്ല. ഈ മരത്തിനും ചെടിക്കും അടിക്കുന്ന വിഷത്തിനും മനുഷ്യര് തിന്നുന്ന വിഷത്തിനും മരുന്നെന്ന് തന്നെയാ പേര്. മരത്തിലെ കീടത്തെ നശിപ്പിക്കാൻ അടിക്കുന്നതാണ് കീടനാശിനി. അപ്പോ നമ്മുടെ ശരീരത്തിനുള്ളിലെ കീടത്തെ നശിപ്പിക്കാൻ കഴിക്കുന്നതോ? അപ്പൊ അതും കീടനാശിനി തന്നെ അല്ലേ സാർ? ഒരളവ് വരെ. നാട്ടിലെ പനെല്ലാം പോയപ്പോ ഉള്ള ചെല്ലിയും വണ്ടും എല്ലാം തെങ്ങിലോട്ടും കയറി. ഓരോന്നിനും ഓരോ ഇതുണ്ടേ, അത് പോയാൽ എല്ലാ ഇതും പോവും. അതാ അത് പോരാഞ്ഞ് പനയിലുള്ള യക്ഷി മൊത്തം സിനിമയിലോട്ടും പോയി. എല്ലയോ ഡോക്ടറെ? ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഐൽ ഓഫ് മൈ ഹോം. ഐൽ ഓഫ് മൈ ഹോം. ഭൂമി മുഴുവൻ ഒരിക്കലും കാടായിരുന്നല്ലോ. മനുഷ്യൻ തൊട്ടു അവസ്ഥ മാറി. ഇവിടെ ഞാനൊന്ന് തലോടി, നല്ല ഉദ്ദേശത്തോടെ. പാഴായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഹലോ ഡോക്ടർ മഷ്റൂം. ഹലോ ഡോക്ടർ ഇങ്കൻ മ്യൂസിക്. അതെ, ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്കകത്ത് എൻ്റെ ഇരട്ടപ്പേരാ. മാത്യു എന്നുള്ളത് മഷ്റൂം നാക്കി. വാ വാ വാ. ഹലോ, ഹലോ. ഞാൻ ഡോക്ടർ ഇങ്ക്. മെഡിക്കൽ ഡോക്ടറല്ല, സാഹിത്യത്തിലെ ഡോക്ടറാ. മഷിയുമായിട്ടാണല്ലോ ബന്ധം. പേര് തന്നെ മഷിയിലോട്ട് മുക്കി. ശരിക്കുള്ള പേര് മുഹമ്മദ് എന്നാ. ഞാൻ ഡോക്ടർ മ്യൂസിക്, സയൻസാ. ഹലോ. അജ്ഞൻ, ശാസ്ത്രജ്ഞൻ. ശരിക്കുള്ള പേര് മുക്കുന്നത്. നളനെത്തിയിലോ ഉപചാരവുമായി. ഓ, ഇളനീരുപചാരം. ജൈവോപചാരം. കുടിച്ചോ? സൂപ്പറാ. ഇന്നലെ താൻ ചോദിച്ചില്ലേ പോം വഴിയെപ്പറ്റി? കൃത്രിമ രാസരീതികളിൽ നിന്നും മാറി ജൈവരീതികളിൽ കൃഷി ചെയ്യുന്നത് ഒരു പോം വഴിയാ. അതുമാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്, അതും ജൈവ കൃഷിയല്ല, ജൈവ ജീവിതം. അതും പോരടോ, ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ സൗന്ദര്യത്തിന്റെ ഒരു ജീവരാശി. ഓ, സ്പെക്ട്രം ഓഫ് ലൈഫ്. മാടും മനുഷ്യനും മീനും മാനും മരവും മണ്ണും മാനവും എല്ലാം ചേർന്നൊരു മന്ദഹാസം. പകാരം മത്തായി.